ഒരു അമ്പയറിന് ക്രിക്കറ്റ് മത്സരം നിയന്ത്രിക്കാൻ എന്തെല്ലാം എക്യുപ്മെന്റ്സ് വേണമെന്ന് നോക്കിയാലോ? അപ്പൊ പേജൊന്ന് ഫോളോ ആക്കിയോ, വീഡിയോ ഫുള്ള് കണ്ടോ. ഏറ്റവും പ്രധാനപ്പെട്ടത് അമ്പയർ കൗണ്ടർ ആണ്. ഇത് ഉപയോഗിച്ചാണ് ഓവറുകൾ, വിക്കറ്റുകൾ, ബോളുകളുടെ എണ്ണം എന്നിവ അമ്പയർ കൃത്യമായി ട്രാക്ക് ചെയ്യുന്നത്. ഒരു വിക്കറ്റ് വീണാൽ അമ്പയർ കൗണ്ടറിലെ ഡയൽ തിരിക്കുകയും നമ്പർ അടുത്ത അക്കത്തിലേക്ക് മാറ്റുകയും ചെയ്യും. ബോളിന്റെ വലുപ്പവും രൂപവും ശരിയാണോ എന്ന് നോക്കാൻ ബോൾ ഗേജ് ഉപയോഗിക്കുന്നു. ഇതിൽ 2 റിങ്ങുകൾ ഉണ്ടാകും, ഒരെണ്ണം മിനിമം സൈസിനുള്ളതും ഒരെണ്ണം മാക്സിമം സൈസിനുള്ളതും. ബോൾ ചെറിയ റിങ്ങിലൂടെ കടന്നു പോയാലോ വലിയ റിങ്ങിലൂടെ കടക്കാതെ പോയാലോ ബോളിന്റെ ഷേപ്പ് മാറിയെന്ന് മനസ്സിലാകും. അപ്പോൾ ആ ബോൾ മാറ്റേണ്ടി വരും. അതുപോലെ ബാറ്റിന്റെ വിഡ്ത്ത്, ഡെപ്ത്, എഡ്ജ്, തിക്നെസ് എന്നിവ നിയമങ്ങൾ അനുസരിച്ചാണോ എന്ന് നോക്കാൻ ബാറ്റ് ഗേജ് ഉപയോഗിക്കുന്നു. ക്രിക്കറ്റിൽ സ്റ്റമ്പിന്റെ വീതി കൃത്യമായി 9 ഇഞ്ച് ആയിരിക്കണം. അതിനാൽ സ്റ്റംപ് ഗേജ് ഉപയോഗിച്ചാണ് ഗ്രൗണ്ടിൽ ഹോൾസുകൾ ഉണ്ടാക്കുന്നത്. അമ്പയർമാർക്കൊപ്പം ഒരു ലൈറ്റ് മീറ്റർ കൂടി ഉണ്ടാകും. ഇത് ഉപയോഗിച്ച് ഗ്രൗണ്ടിലെ വെളിച്ചത്തിന്റെ അളവ് ലെക്സ് മീറ്ററിൽ മെഷർ ചെയ്യുന്നു. ലൈറ്റ് കുറവായി കളിക്കാർക്ക് അൺസേഫ് ആയിട്ട് ഫീൽ ചെയ്താൽ അമ്പയർ മത്സരം താൽക്കാലികമായി മാറ്റിവെക്കും. അതുപോലെ തന്നെ ഫ്ലഡ് ലൈറ്റ് ഓൺ ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഈ മീറ്ററിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇത്രയും ഉപകരണങ്ങളാണ് അമ്പയർമാർ ഉപയോഗിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ തന്നെ ഈ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക. സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.